എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികൾ, മാർച്ചിലെ പബ്ലിക് എക്സാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരീക്ഷയായിരിക്കും CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. പലർക്കും ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. വളരെ ചുരുക്കം ചില വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുക. CUET-യിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്ന സുവർണ അവസരങ്ങൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, ആർക്കൊക്കെയാണ് ഇതിനായി എഴുതാൻ സാധിക്കുക, എഴുതുന്നത് കൊണ്ട് കാര്യമുണ്ടോ, എന്തൊക്കെ അവസരങ്ങളാണ് വിദ്യാർത്ഥികളെ CUET മുഖേന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. CUET 2025 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ CUET നിങ്ങൾ എഴുതുന്നതിലൂടെ എന്തൊക്കെ അവസരങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്? കേന്ദ്ര സർവകലാശാലകളിൽ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുണ്ട്. ആ യൂണിവേഴ്സിറ്റി ആരുടെ കീഴെ വരുന്നതല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി അല്ല. അതെന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അറ്റ്ലീസ്റ്റ് ഒരു ഉദാഹരണം മാത്രം എടുത്തതേ ഉള്ളൂ. ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിലും യൂണിവേഴ്സിറ്റി സിസ്റ്റം പോലെയുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തേക്കല്ല, കേരളത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വേറെയുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ CUET എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതണം. അപ്പോൾ സാർ, ഈ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം എന്താണ് പ്രത്യേകത എന്നല്ലേ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർവകലാശാല എന്നാണ് അതിനർത്ഥം. സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാലകളിൽ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും അസൈൻ ചെയ്യുന്നതായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ് അസൈൻ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പം നിങ്ങളിപ്പം ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, ഇപ്പം ഡിഗ്രിക്കും PGക്കും B.Edനും എല്ലാം CUET ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ എടുക്കുന്നത് ഡിഗ്രിക്കാരുടെ മാത്രമാണ്, ഡിഗ്രിയിലേക്ക് പോകാൻ എടുക്കുന്നവർ. അപ്പം നിങ്ങളിവിടെ CUET പരീക്ഷ എഴുതി നിങ്ങൾക്ക് CUET വഴി നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലോ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ, ഈ 3 യൂണിവേഴ്സിറ്റീസ് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ പ്രവേശനം നേടി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനാണ്, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ക്യാമ്പസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്യാമ്പസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകൾ, വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്സ് എന്നിങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ CUET-യുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി, നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് വഴിയാണ് കയറേണ്ടത്. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാലകളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ CUET എക്സാം നിങ്ങൾ എഴുതണം. ഈ എഴുതുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, എഴുതുന്നത് കൊണ്ട് കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ നല്ല രീതിയിലുള്ള ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണം. ഈ വെറുതെ CUET എഴുതിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. നല്ല രീതിയിലുള്ള ടോപ്പ് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ സാധിക്കുക. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് കോളേജുകളും ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേന്ദ്ര സർവകലാശാലകളിൽ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് പഠനം ഉറപ്പുവരുത്തണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യണം.
നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച 4 സബ്ജക്റ്റ് കിട്ടും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഹിസ്റ്ററി ഉണ്ടാകും, പൊളിറ്റിക്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ വേറൊരു സബ്ജക്റ്റ് കൂടെ കാണും. അതായത് ഞാൻ നോക്കിയിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാലും സയൻസ് പഠിക്കുന്ന കുട്ടിയാലും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാലും നിങ്ങൾക്കുണ്ട്. അപ്പോൾ എഴുതുന്നതുകൊണ്ട് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ കാര്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ CUET എഴുതി നല്ല രീതിയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇന്ത്യയിലെ പ്രബലത നേടിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ പോലെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല വില നിങ്ങൾക്ക് കഴിയും. ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചു, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി പഠിച്ചത്? ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിമാൻഡ് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സാധാരണ ഒരു ഡിഗ്രിക്കാരുടെ വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റിക്കും കോളേജിനും ഒക്കെ എന്തുണ്ട്? നല്ല രീതിയിലുള്ള പങ്കുണ്ട് നിങ്ങളുടെ ഭാവി കരിയറിലേക്ക് നോക്കുമ്പോൾ. അതായത് നിങ്ങൾ ഡിഗ്രി പഠിച്ചതിനപ്പുറം എവിടെയാണ് നിങ്ങൾ പഠിച്ചത്, ഏത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത്, ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയോടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ളതെല്ലാം വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് CUET എക്സാം വേണ്ടതാണ്. ആ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങോട്ട് അഡ്മിഷനായി പോകാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഹൈ റേഞ്ചിലുള്ള ലെവലായിരിക്കും നിങ്ങളുടെ ലെവലെന്ന് പറയുകയാണെങ്കിൽ. ഇപ്പം നിങ്ങളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അവർ ചോദിക്കും, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, നീ ഏത് കോളേജിലാണ് പഠിച്ചത്, നീ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്? സാർ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് ചെയ്തത്, ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് CUET എക്സാം എഴുതി, എനിക്ക് നല്ല ടോപ്പ് സ്കോർ ഉണ്ടായിരുന്നു, എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചു, അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത് എന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല രീതിയിലുള്ളൊരു വെയിറ്റേജ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാലയിലാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെയിറ്റേജ് തന്നെ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ്, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റീസൊക്കെ. വേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എനിക്ക് ഈ 2 യൂണിവേഴ്സിറ്റികളുടെയും പേരാണ് കൃത്യമായിട്ട് ഓർമ്മയുള്ളത്. എനിക്ക് ബാക്കി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ളത് ലിസ്റ്റ് നോക്കേണ്ടി വരും. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കാര്യം, ഡൽഹിയുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ വെയിറ്റേജ് തന്നെ വേറെ ആയിരിക്കും. ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടി, ഇപ്പോൾ പ്ലസ് ടു മെയിൻ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാം, മുൻ വർഷങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന എഴുതാം. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും, നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ സാർ ഡിഗ്രിക്കൊക്കെ പ്രവേശനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? പ്ലസ് ടു ജയിക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് എങ്ങനെയാണ് അപ്പോൾ എഴുതുക? അപ്പോൾ അവരുടെ പരീക്ഷ പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് CUET പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. മെയ് മാസത്തിലൊക്കെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും എന്തായാലും ഈ CUETക്കെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഡിഗ്രി കരിയറിനൊക്കെ പോകണം, നല്ലൊരു ഡിഗ്രി വേണമെന്നൊക്കെ ഉള്ള വിദ്യാർത്ഥികളായിരിക്കുമല്ലോ പൊതുവെയും CUET എക്സാമൊക്കെ എഴുതുക. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കെന്ന് പറയുവാണെങ്കിലും ഡിഗ്രിയോടൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല. കാരണം എന്താണ്, ഈ 3 വർഷം പോയാലും 4 വർഷം പോയാലും എന്താണ് ഗുണം? അതിലും ഭേദം എന്താണ്, നമ്മൾ വല്ല പോളിടെക്നിക്കോ വല്ല IT-യിലോ ഒക്കെ പോയിട്ട് എങ്ങനെയും ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും വിദ്യാർത്ഥികൾ ഇരിക്കുക. ഡിഗ്രിയോടൊന്നും വലിയ താല്പര്യമൊന്നും വിദ്യാർത്ഥികൾ കാണില്ല. അപ്പോൾ ഈ ഡിഗ്രിയൊക്കെ, ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇപ്പം നീ CUET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നീ രജിസ്റ്റർ ചെയ്ത് നീ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വലുതായിരിക്കുമല്ലോ. നിനക്ക് CUET ക്രാക്ക് ചെയ്യാനുള്ള അത്രയ്ക്കും നിനക്ക് പഠിക്കാനുള്ള മനസ്സുണ്ട്, നിനക്കത് പഠിച്ചെടുക്കാൻ എനിക്ക് പറ്റും, എന്നാലാകും വിധം ഞാൻ ശ്രമിക്കും, എനിക്ക് CUET വേണം എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. നീ പ്ലസ് ടു എന്ത് ചെയ്യുമോ, തോക്കുവോ? നീ പ്ലസ് ടു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യില്ലേ? അതോടൊപ്പം CUET നീ കൊണ്ടുപോവുകയല്ലേ നല്ല രീതിയിൽ? എനിക്ക് പ്ലസ് ടു നല്ല മാർക്ക് സ്കോർ ചെയ്യണം,
അതുപോലെ തന്നെ ഡിഗ്രിക്ക് നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നിങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ നല്ലൊരു അത്യാവശ്യം നിങ്ങൾ ആവറേജ് അല്ല നല്ല രീതിയിൽ ഒരു പഠിക്കുന്ന കുട്ടി ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ആണല്ലോ. അത് അത് വിദ്യാർത്ഥി ആയാലും അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആയാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയും ബറാണസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ എനിക്ക് പഠനം നടത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അത്രയ്ക്കും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയതൊക്കെ ഞാൻ ക്രാക്ക് ചെയ്യും, ഞാൻ പഠിച്ചെടുക്കും എന്നൊരു എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾ +2 ജയിച്ചിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ പഠിക്കും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യും. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഞാൻ ടോപ്പ് സ്കോറുള്ള വിദ്യാർത്ഥികളാണ്, ടോപ്പ് വിദ്യാർത്ഥികളൊക്കെയാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. നിങ്ങൾ CUET നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. നിങ്ങൾക്ക് ബെറ്റർ ഒരു എക്സാമാണ്. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ CUET മാത്രമാണ് ഏക വഴി. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി കാണുക. ഈ ഒന്നും കൂടെ കണ്ടിട്ടും നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വീഡിയോ ചെയ്യണം. അതുമാത്രമല്ല, ഞാനിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ വർക്ക്സും പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കമൻറ്റും കൂടെ മറുപടി ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി നല്ല രീതിയിലുള്ള ഒരു ടൈം ബുദ്ധിമുട്ട്. എന്നാലും മാക്സിമം നമുക്ക് മറുപടി തരാൻ ഞാൻ ശ്രമിക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ തന്നെയായിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രേദ, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.